Hello everyone, welcome to the Women of Honor series. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്ന് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് അല്പസമയം ചിലവഴിക്കാം. ഇന്ന് ലോകത്ത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, കഷ്ടം, ദുഃഖം, ദുരിതം നമുക്കറിയാം. ഓരോ ദിവസത്തെയും ന്യൂസ് നോക്കിക്കഴിഞ്ഞെന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ മെയിനായിട്ട് നമുക്ക് കാണുന്നത് കഷ്ടപ്പെടുന്ന മനുഷ്യരെയും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വന്നുപെടുന്നതായ പല പ്രയാസങ്ങളും കഷ്ടങ്ങളും മരണങ്ങളൊക്കെയും നമ്മൾ കാണാറുണ്ട്. ഓരോ ദിവസത്തെയും ന്യൂസിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ കഷ്ടതയും സങ്കടവും വിഷമവും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള അത് ഒരു ലെവലിലല്ലെങ്കിൽ വേറെ ലെവലിലുണ്ട്. എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കഷ്ടം സഹിക്കുന്ന അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് അതൊരു വിഷമമായിട്ട് എടുക്കല്ലെന്നുള്ളതാണ് പറയുന്നത്. അതുതന്നെയല്ല, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാനായിട്ട് മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ് 2 തിമോത്തി 3:12 പറയുന്നത്. പൗലോസ് അപ്പോസ്തലനാണ് ഈ വിഷയം പറയുന്നത്. ഈ വചനം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയതാണ്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരു മുന്നറിയിപ്പായിട്ടും അഥവാ വാണിംഗ് ആയിട്ടും അതേസമയം തന്നെ ഒരു വിശ്വാസിക്ക് ഒരു ബഹുമതിയായിട്ടും ഇത് എടുക്കാവുന്നതാണ് എന്ന് നാം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുന്നു. നമുക്കറിയാം, ആദിമസഭ എന്ന് മാത്രം കഷ്ടപ്പെട്ടു, ഉപദ്രവേറ്റു, പീഡനേറ്റു. അതൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ ഈവൻ പൗലോസ് അപ്പോസ്തലനായാലും പത്രോസ് അപ്പോസ്തലനായാലും എല്ലാ അപ്പോസ്തലന്മാരും സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവരാണ്. എന്നാൽ നമ്മളുടെ ഇന്നത്തെ പെർസിക്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരനുഭവിച്ച പെർസിക്യൂഷൻ സഭയ്ക്ക് വേണ്ടിയായിരുന്നു. നമ്മൾക്ക് വരുന്ന കഷ്ടവും പ്രയാസവും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ അത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിലുള്ള ഭക്തിയോടുകൂടിയ ജീവിതം പീഡനങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ യാദൃശ്യമായി ഉണ്ടാകുന്നതല്ല, മറിച്ച് നീതിയുള്ള ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക ഫലമാണിതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനി എന്ന പേരുള്ളതുകൊണ്ട് മാത്രം ഉപദ്രവമൊന്നും ഉണ്ടാവണമെന്നില്ല. എത്രയോ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുയായിയാകാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത്. നമുക്കറിയാം, എത്രയോ ഒരു വലിയ ജനസമൂഹം തന്നെ പേര് മാത്രം ധരിക്കുന്നവരും ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികളല്ലാത്തവരുമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വെളിച്ചവും ഇരുളും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാനായിട്ട് ഒരു കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം, അതെപ്പോഴും ദുഷ്ടതയും ഈ ലോകത്തിനനുസരിച്ചും ആയിരിക്കും. അവിടെ സാത്താൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉപദ്രവവും കാര്യമൊന്നും വരത്തില്ല. ഈ ലോകത്തിൻ്റെ ദൈവം എന്നല്ല, അധിപതിയായിരിക്കുന്ന സാത്താന് അവനെ ഇഷ്ടപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ അവന് കഷ്ടം ഒന്നും തരികയില്ല, അല്ല പീഡനങ്ങളൊന്നും നമുക്ക് തരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് അതല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം വെളിച്ചത്തിൽ നടക്കണമെന്നും വെളിച്ചത്തിൻ്റെ വെളിച്ചത്തെ വഹിക്കുന്നവരായിരിക്കണമെന്നും ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം കാണിക്കുന്നവരായിട്ടാണെന്ന് നാം ജീവിക്കേണ്ടത്. ഈ വചനം എല്ലാവർക്കും ബാധകമാണെന്ന് നമുക്കറിയാം. അപ്പോസ്തലന്മാർക്കോ സഭാ നേതാക്കൾക്കോ മാത്രമല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അതായത് ഭക്തിയോടെ ജീവിപ്പാൻ, യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നുള്ളത്. 2 തിമോത്തി 3:10-11 നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് സ്വന്തം ജീവിതത്തെ ഒരു തെളിവായി ചൂണ്ടിക്കാണിക്കുകയാണ്.
അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലൊക്കെയും താൻ അനുഭവിച്ച കഠിനമായ പീഡനങ്ങളെക്കുറിച്ച് അദ്ദേഹം തീമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉപദ്രവങ്ങൾ ഉറപ്പാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവിക വിടുതൽ ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയമാണ്. എല്ലാ കഷ്ടതകളിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കും എന്ന ഉറപ്പും പൗലൂസ് നൽകുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് അപ്പോസ്തലൻ 3 അധ്യായം 10-11 വാക്യങ്ങളിൽ അവൻ്റെ കഷ്ടതയോടുകൂടെ പങ്കാളിയാകുവാൻ വേണ്ടി ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നു എന്ന് അപ്പോസ്തലൻ എടുത്തു പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ പീഡനങ്ങളിൽ കൂടി അഥവാ പെർസിക്യൂഷൻസൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെയുള്ള പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ചുരുക്കം ചിലർക്ക് പീഡനങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പൗലൂസിൻ്റെ കഷ്ടാനുഭവം സഭയെ നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നു. അവൻ തനിക്കുണ്ടായിരുന്നതെല്ലാം സകലവും ചപ്പും ചവറുമെന്ന് എണ്ണീട്ട് ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുകയാണ് ചെയ്തത്. അപ്പോസ്തലന് വളരെ എംഫസൈസ് ചെയ്ത് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോള് എന്താണ് എന്നതാണ്. അതായത് ഫിലിപ്പിയ ലേഖനം 3:10-11 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യേശുവിനെ അറിയുക, ഏറ്റവും ഡീപ്പായിട്ട് അനുഭവിച്ചും അവനുമായിട്ടുള്ളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പും ഉണ്ടാവുക എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രൈമായിട്ടുള്ള ആഗ്രഹം. അതുപോലെ തന്നെ രക്ഷകനുമായി വെറുതെയുള്ള ഒരു അറിവല്ല അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഴമേറിയതും വ്യക്തിപരവുമായ ഒരു ആത്മബന്ധത്തെയാണ് തൻ്റെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി അവൻ കാണുന്നത്. ക്രിസ്തുവിനെ അറിയുന്നതാണ് അപ്പോസ്തലൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. അതുപോലെ തന്നെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവിക ശക്തി ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തി പാപത്തിന്മേൽ വിജയം നേടാനും കഷ്ടതകളിൽ തളരാതെ മുന്നേറാനുമായിട്ട് ഒരു വിശ്വാസിയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ് എന്ന് നമുക്ക് പറയാം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ഒരു ഭാരമല്ല, മറിച്ച് അവനോട് കൂടെയുള്ള കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി നേരിടുന്ന നിന്ദകളും പ്രയാസങ്ങളും ക്രിസ്തുവിനോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു. നാം അപ്പോസ്തലൻ സഹിച്ചതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നതൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ജീവിതത്തെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ച് കഷ്ടം സഹിച്ച് ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അപ്പോസ്തലൻ തൻ്റെ സ്വന്തം ജീവിതം അവനായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക, യേശു ക്രൂശിൽ സ്വയം സമർപ്പിച്ചതുപോലെ ഒരു വിശ്വാസി തൻ്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും ജഡീക മോഹങ്ങൾക്കും പൂർണ്ണമായ ഒരു വിടുതൽ, ഒരു മരണം എന്ന് തന്നെ നമുക്ക് പറയാം, അത് മരണം കൽപ്പിച്ച് ദൈവഹിതത്തിനായി പൂർണ്ണമായി കീഴടങ്ങുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടി കഷ്ടങ്ങൾ സഹിക്കുന്നത്, അതായത് ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ 1 പത്രോസിൽ പറയുന്നത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കേണ്ടതിന് അവൻ കഷ്ടത സഹിച്ചു എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ കാഠിന്യം നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ അകൃത്യം നിമിത്തം ഉണ്ടായതാണെന്ന് എഴുതിയിരിക്കുന്നു. ജനത്തിൻ്റെ, അതായത് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി അവൻ സ്വന്തം രക്തം ചൊരിയേണ്ടി വന്നു. അവൻ ക്രൂശിൽ സഹിച്ച കഷ്ടാനുഭവങ്ങൾ ഒരിക്കലും കുറവുള്ളത് ആയിരുന്നില്ല. അവൻ തൻ്റെ സ്വന്തം രക്തം തന്നെ മറുവിലയായി കൊടുത്ത് നമ്മളുടെ പാപങ്ങളെ അവൻ്റെ മേലെ ദൈവം ചുമത്തുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൂശിലെ മരണത്താൽ നമുക്ക് രക്ഷയുണ്ടായി. കർത്താവ് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ ശേഷമാണ് ക്രിസ്തു മരണം വരിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഇനിയും ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫുൾഫിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് ഒരിക്കലായി ഈ ലോകത്തിൽ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് താൻ തൻ്റെ ജീവനെ വെടിഞ്ഞത്. കർത്താവ് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി കഷ്ടം സഹിച്ചു.
പൗലോസ് അപ്പോസ്തലൻ സഭയെ നിലനിർത്തുവാൻ വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് നമുക്കറിയാം. സ്വന്തം ജീവനെ അതിനായി നൽകിക്കൊണ്ട് രക്തസാക്ഷിയാകുകയാണ് ചെയ്തത്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി തൻ്റെ ജീവിതത്തെ മുഴുവനായി കർത്താവിനായിട്ട് സമർപ്പിച്ചു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. നമുക്ക് കർത്താവിലും അതുപോലെ തന്നെ എബ്രായ ലേഖനം 2:18 പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നാം ഇത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകും. കഷ്ടങ്ങളെ ഫേസ് ചെയ്യുവാനായിട്ടുള്ള നമുക്ക് ആ ധൈര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ബലവും ലഭിക്കുന്നു. നമുക്ക് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിച്ച് ധൈര്യപ്പെടാം. നമ്മെ തന്നെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു പുതിയ ജീവിതത്തിന് ഉടമകളായിത്തീരാം. കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും അവൻ നമുക്കൊപ്പം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ വഴി നടത്തി ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കാനായിട്ട് ശക്തനാണ്. അവൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. അവനായി സ്തോത്രം ചെയ്യുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു, മഹത്വം കരയേറ്റുന്നു. നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കഷ്ടങ്ങളെ നേരിടുവാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് കർത്താവിൽ തന്നെ അഭയം പ്രാപിച്ച് നമ്മളെ തന്നെ അവൻ്റെ മക്കളാക്കി ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇതോടുകൂടി ഈ വചനം എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.